സോ നമ്മളുടെ പുതിയൊരു വീക്കിലി അനാലിസിസിലേക്കായിരിക്കും സ്വാഗതം. ലാസ്റ്റ് വീക്കിലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് ആണ് അല്ലേ. നിഫ്റ്റി കണ്ടീഷനിലൊരു റേഞ്ച് ആണ്. അപ്പോൾ പ്രോപ്പർലി ഈ ഒരു രണ്ട് ലെവൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോട്ടലി ഈ ഒരു ലെവലിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ലെവലും പ്ലസ് ഈ ഒരു റേഞ്ച് അപ്പ് സൈഡിലുള്ള ഈ ഒരു റേഞ്ചും ഡൗൺ സൈഡിലും. സോ വളരെയധികം മാർക്കറ്റ് അവിടെ നല്ല രീതിയിൽ പറയുന്ന ലെവലുകളെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെയൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ളൊരു ബൈ ലെവലാണ്. കറൻ്റ്ലി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്രോപ്പർലി 1 അവറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. 1 അവറിൽ ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ അഗെയിൻ ഒരു കണ്ടിന്യൂഷൻ ഡൗൺ സൈഡ് മൂവ് ആണ് കാണുന്നത്. കറൻ്റ്ലി ഈ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ രണ്ട് ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ലെവൽസിന് ശേഷമായിരിക്കും മാർക്കറ്റ് ടേക്ക് ഒരു കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. യെസ്, ഈ ഒരു ലെവൽ ഓക്കെ. നമ്മൾ റേഞ്ച് നമുക്കൊന്ന് നോക്കാം. കറൻ്റ്ലി സപ്ലൈ ആണ് ഈ ഒരു ടൈം ഫ്രെയിമിൽ നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റാം. ഇതൊട്ടും സ്ട്രോങ് ആയിട്ടുള്ള ലെവലല്ല, ഇതൊരു വീക്ക് റേഞ്ച് ആണ്. നമുക്കൊരു യെല്ലോ ഇവിടെ കൊടുക്കാം. മേ ബി ഇത് ഡൗൺ സൈഡിലേക്ക് പമ്പ് ചെയ്യാനുള്ള ഡ്രോപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. ഓക്കെ, കറൻ്റ്ലി നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇവിടെ ഇൻറ്റേർണലി ഉള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ റേഞ്ച് മാർക്കറ്റാണ് കൂടുതൽ നമുക്ക് ഇൻറ്റേർണലി മൂവ്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ കണ്ടീഷനിൽ മെയിൻലി നോക്കാനുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ളൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണം. ഇനി ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ല, നെക്സ്റ്റ് മാർക്കറ്റ് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കറൻ്റ്ലി ഉള്ള ഒരു സ്ട്രോങ് ലെവലായിട്ട് നമുക്ക് ഈ ലെവലിനെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ കേട്ടോ. സോ അഗെയിൻ അപ്പ് സൈഡ് മൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പ് സൈഡിലേക്ക് ഒരു കൺഫർമേഷൻ നോക്കാം. കറൻ്റ്ലി ഉള്ള ലെവൽ വെച്ച് നമുക്ക് ഈ ഒരു ഹൈ ആണ് മേജർ സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ. സോ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്സിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്വിങ്ങും അതുപോലെ ഈ ഒരു സ്വിങ് ലെവലും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ലെവലിൽ സ്ട്രക്ചർ ചേഞ്ച് അത് ഞാൻ ഓൺ ടൈമിൽ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ടെലിഗ്രാമിൽ നിങ്ങൾ നോക്കി അറിയാം. ഇതാണ് അപ്പ് സൈഡിലേക്ക് നിങ്ങൾക്ക് കറൻ്റ്ലി നോക്കാൻ വേണ്ടി പറ്റുന്ന ലെവൽ. പിന്നെ മേജറായിട്ടൊരു ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് മേജറായിട്ട് റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. കാരണം അത് നല്ലൊരു സപ്ലൈ ആണ്. കറൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല സപ്ലൈ ആണ്. ഇവിടെ പ്രോപ്പർലി നല്ല ലിക്വിഡിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡ് പോവാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ലെവൽ നിന്നാണ് ഈ സെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ കൺസിഡർ ചെയ്യേണ്ട. ഈ ഒരു ലെവലിൽ നിന്നൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് അഗെയിൻ ഡൗൺ സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മളെ ടെലിഗ്രാമിലേക്ക് നിങ്ങൾ ജോയിൻ ആവും. അവിടെ പ്രോപ്പർലി ഞാൻ സിനാരിയോസും കണ്ടീഷൻസും ഞാൻ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കറൻ്റ്ലി ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ വൺ ഡയറക്ഷൻ മൊമെൻറ്റം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. ഈ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പെട്ടെന്ന് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നിഫ്റ്റിയിലേക്ക് വരാം. സോ നിഫ്റ്റി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായതുപോലെ തന്നെ 20th ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർലി ഈ ഒരു ലെവലിൽ നല്ല രീതിയിൽ നിഫ്റ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ. നിഫ്റ്റി ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ പ്ലാൻ തരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു സപ്ലൈ കറൻ്റ്ലി 1 അവർ കണ്ടിന്യൂഷൻ ആണ് നിഫ്റ്റി തന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രോങ് ലെവലാണ്. കാരണം 1 അവറിൽ മാർക്കറ്റ് പ്രോപ്പർലി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഡൗൺ സൈഡിലേക്ക് തന്നിട്ടുണ്ട്. കറൻ്റ്ലി നോക്കാൻ തന്നെ ബെയറിഷ് ആണ് കേട്ടോ മാർക്കറ്റിൽ. നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോ ആണ്. കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി ബെയറിഷ് ആണ് നിഫ്റ്റിയുടെ സിനാരിയോ. കണ്ടോ, ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ടിന് ശേഷം നിഫ്റ്റി എന്ത് ചെയ്തിട്ടില്ല, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവല് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ലാസ്റ്റ് ഹ്യൂജ് സെല്ല് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി കറൻ്റ്ലി നോക്കാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ ഒരു ഹൈ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്.
സോ അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എഗെയിൻ ഡൗൺ സൈഡ് പോവാണ്. ഈ ലോ ടാർഗറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ കണ്ടിന്യൂഷൻ ടു ഡൗൺ സൈഡ് ആണ് നിഫ്റ്റി കാണുന്നത്. മേജർ ലെവലുകൾ എന്ന് പറഞ്ഞാൽ എസ് ഫൈൻ 50 മിനിറ്റിലേക്കും സ്വിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അപ്പോൾ 1 അവറിൻ്റെ പിക്ചറിലേക്കാണ് നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ 1 അവറിൻ്റെ പിക്ചർ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം മാർക്കറ്റിൽ ഇവിടെ സെല്ല് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഓക്കെ, ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് തന്നു. എഗെയിൻ അപ്പ് സൈഡിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു നിങ്ങൾ നോക്കുന്ന സമയത്ത് സ്ട്രക്ചർ എഗെയിൻ 2-3 ടൈംസ് ട്രെൻഡ് റിവേഴ്സൽ നന്നായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 1 അവറിൻ്റെ കണ്ടിന്യൂവേഷൻ സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മേ ബി ഈ ലോ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എഗെയിൻ ഒരു അപ്പ് സൈഡ് മൊമെൻറ്റം തരാം. സോ അത് ഇപ്പോൾ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. കറൻറ്റ്ലി ഡൗൺ സൈഡാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. ഇനി വേണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ പറയുന്ന മൊമെൻറ്റത്തിലും ഒരു റീടെസ്റ്റ് വേണമെങ്കിൽ തരാം. മനസ്സിലായി, ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. 50 മിനിറ്റ് സിറ്റുവേഷനിൽ ഇവിടെ വന്നിട്ട് മേ ബി മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ താഴെ വരും. ഞാൻ ഓൺ ടൈമിൽ മാർക്കറ്റ് അവറിൽ ഞാൻ അപ്ഡേറ്റ് ആയി. ഇപ്പോൾ ഒരിക്കലും നമുക്കതൊരു പ്രോപ്പർ ലെവലായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മേജർ ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഈ ലെവലാട്ടോ. ഇതാണ് നമ്മളുടെ മേജർ ആയിട്ടൊരു. അപ്പോൾ ആ ലെവൽ ഗെയിൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സെല്ല് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അപ്പ് സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ കറൻ്റ്ലി മാർക്കറ്റ് റേറ്റുള്ള ഈ ലെവൽ കേട്ടോ. ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ അപ്പ് സൈഡ് ചിന്തിക്കേ വേണ്ട. ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവൽ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് അപ്പ് സൈഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് തരാം, അപ്പ് സൈഡിലേക്കുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു വ്യൂ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രി മോഡൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏത് എൻട്രി ആണോ സെറ്റപ്പ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ എൻട്രി നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ. ഓക്കെ, ക്ലിയർ. സോ അഗെയിൻ ഇതിൻ്റെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് പ്രീമിയം ഡിസ്കൗണ്ട്. ഇതൊരു ഡിസ്കൗണ്ട് ലെവൽ, ഇതൊരു പ്രീമിയം ലെവലാണ്. മാർക്കറ്റ് അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ അടുത്തൊരു ഡിസ്കൗണ്ട് ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പ് സൈഡ് നോക്കാം. ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രീമിയത്തിലേക്ക് വരുന്ന സമയത്ത്, ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി മോഡൽസ് നോക്കാം. ഞാൻ എന്തായാലും ആ ലെവലും കൂടെ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രേക്ക് ചെയ്യുന്ന സിനാരിയോ കേട്ടോ, ഏത് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സിനാരിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള മാർക്കറ്റ് ലെവൽസ്. പ്രോപ്പർലി നിങ്ങൾ നോക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ കൺഫർമേഷൻസും എൻട്രി മോഡലിൽ നമ്മൾ ഈ പറയുന്ന അനാലിസിസിൽ ഡൗട്ടുള്ളവർ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ വെബിനാർ എല്ലാ മാസവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളും നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ മേജർ ലെവൽസ് എല്ലാവരുടെയും ചാറ്റിൽ ഫ്ലോട്ട് ചെയ്ത് നോക്കുക. അവിടെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുക. സോ അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ഡിസിഷൻസ് എടുത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മൈ സൈനിങ്.